നമസ്കാരം. അമ്പൂച്ചിയ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിങ്ങോട്ടുകരയിൽ സദാചാര പോലീസ് അഴിഞ്ഞാടുന്നു. റാലികളും ആഘോഷ പരിപാടികളുമായി വനിതാ ദിനം ആഘോഷിച്ചു. അന്തിക്കാട് അന്ധക്ഷേമ പക്ഷാചരണ പരിപാടി നടത്തി. വാർത്തകൾ വിശദമായി. പെരിങ്ങോട്ടുകരയിൽ സദാചാര പോലീസ് അഴിഞ്ഞാടുന്നു. ബ്ലാക്ക്മെയിലിന്റെ പേരിൽ മോഷണം പതിവാകുന്ന പെരിങ്ങോട്ടുകരയിലും പരിസര പ്രദേശങ്ങളിലും ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന മാനസിക രോഗികളെ യാതൊരു കാരണവുമില്ലാതെ ക്രൂരമർദ്ദനമേൽപ്പിക്കുന്നത് പതിവായിരിക്കുകയാണ്. വ്യാഴാഴ്ച 11 മണിയോടെ ഭിക്ഷാടനവുമായി എത്തിയ മാനസിക രോഗിയെ ബ്ലാക്ക്മെയിൽ മോഷ്ടാവാണെന്ന് പറഞ്ഞ് സദാചാര പോലീസ് ചമഞ്ഞ ഒരു സംഘം ക്രൂരമർദ്ദത്തിന് ഇടയാക്കിയത് തടിച്ചുകൂടിയ നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കി. ശരിയായ ആരോഗ്യം പോലുമില്ലാത്ത അന്യ സംസ്ഥാനക്കാരനായ 50 വയസ്സിന് മേൽ പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ ദേഹത്തു നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. മദ്യചവശനാക്കിയ ഇയാളെ ഇലക്ട്രിക് പോസ്റ്റിൽ കയറിൽ ബന്ധിക്കാൻ ശ്രമിക്കുന്നതിനിടെ അതുവഴി വന്ന അന്തിക്കാട് ബ്ലോക്ക് അംഗം AJ ജയ്മോൻ ഇത് കാണുകയും ഇവരിൽ നിന്ന് ഇയാളെ രക്ഷിക്കുകയും പോലീസിനെ വിളിച്ചു വരുത്തുകയുമായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ബ്ലാക്ക്മാൻ എന്ന് പറഞ്ഞ മറ്റൊരു മാനസിക രോഗിയെയും ഇതുപോലെ മർദ്ദിച്ചവശനാക്കിയിരുന്നു. സദാചാര പോലീസിനോട് യഥാർത്ഥ പോലീസ് കാണിക്കുന്ന മൃദു സമീപനം വരും ദിവസങ്ങളിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. മർദ്ദനവും കഠിന ചൂടും സഹിക്കാതെ യാചകന്റെ നില ഗുരുതരമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇത്തരം സംഭവങ്ങളെ ക്രിമിനൽ ആക്രമണങ്ങളുമായി കാണുമെന്നും കർശന നടപടിയുണ്ടാകുമെന്നും അന്തിക്കാട് SI C പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു. ബ്ലാക്ക്മാൻ എന്ന പേരിൽ തെരുവ് യാചകനെ പുത്തൻപീടിക സെന്ററിൽ വെച്ച് ജനക്കൂട്ടം കൈകാര്യം ചെയ്തതിന്റെ ഭീതി ഒഴിയുന്നതിന് മുമ്പ് വീണ്ടും ജനങ്ങൾ നിയമം കയ്യിലെടുത്തത് ഗൗരവമായി കാണുന്നുവെന്നും തുടർ നടപടികൾ ഉണ്ടാവുമെന്നും DYSP ബിജു ഭാസ്കർ പ്രതികരിച്ചു. കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെയും അന്തിക്കാട് പൗരാവലിയുടെയും നേതൃത്വത്തിൽ KPCC സെക്രട്ടറി MR രാമദാസിന് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അന്തിക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീ MR രാമദാസിന് അന്തിക്കാട് കോൺഗ്രസ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ അന്തിക്കാട് പൗരാവലിയുടെയും നേതൃത്വത്തിൽ മാർച്ച് മാസം 9-ാം തീയതി അന്തിക്കാട് ആരാധനാ കേന്ദ്രത്തിലുണ്ട്, അതായത് ശ്രീ ബാബു മോഹൻദാസ് നഗറിൽ വെച്ച് പൗരസ്വീകരണം നൽകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അന്തിക്കാട്ടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുക്കുന്ന ഈ പരിപാടി പുത്തൻപീടികയിൽ നിന്ന് KPCCയുടെ സെക്രട്ടറി MR രാമദാസിനെ പുത്തൻപീടികയിൽ നിന്നും തെയ്യത്തിൻ്റെയും അതുപോലെ തന്നെ വിവിധ നാടൻ കലകളുടെയും പഞ്ചവാദ്യം, നാദസ്വരം, കാവടി, മുത്തുപ്പുറകൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അന്തിക്കാട് ആരാധന ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നു. അതിനുശേഷം 5 മണിക്ക് JPCയുടെ ചെയർമാൻ മാർച്ച് 9 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് അന്തിക്കാട് സെന്ററിൽ നടക്കുന്ന സ്വീകരണ പൊതുസമ്മേളനം JPC ചെയർമാൻ PC ചാക്കോ ഉദ്ഘാടനം ചെയ്യും. ഗീതാ ഗോപി MLA, PA മാധവൻ MLA, സത്യൻ അന്തിക്കാട്, O അബ്ദുറഹ്മാൻകുട്ടി, AU രഘുരാമപ്പണിക്കർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി അധ്യക്ഷത വഹിക്കും. ജനറൽ കൺവീനർ VK മോഹനൻ, കൺവീനർ സാജൻ ഇയാനി, ചെയർമാൻ CK ബാലൻ, രാമചന്ദ്രൻ പള്ളിയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തും ജനമൈത്രി പോലീസ് അന്തിക്കാടും കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് തൃശൂർ ജില്ലാ യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ അന്ധക്ഷേമ പക്ഷാചരണ പരിപാടി നടത്തി. മാർച്ച് 8 വെള്ളിയാഴ്ച രാവിലെ 9:30 അന്തിക്കാട് ശ്രീ കാർത്തിക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VN ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തികമായി കഴിയാത്ത കുടുംബങ്ങൾ അത്തരം വ്യക്തികളെ സാമൂഹിക പ്രതിബദ്ധതയോടെ നാട്ടിലെ ജനങ്ങളുടെ സാമ്പത്തിക സഹായത്തോടെ നിരവധി രോഗികളെ തിരുവനന്തപുരം RCCയിലും
അതുപോലെ ശ്രീചിത്ര ഹോസ്പിറ്റലടക്കമുള്ള കേരളത്തിലെയും അന്യ സംസ്ഥാനങ്ങളിലെയും വരും ഹോസ്പിറ്റലുകളിൽ വലിയ സാമ്പത്തിക ബാധ്യതകൾ ഏറ്റുകൊടുത്തുകൊണ്ട് അത്തരം ചികിത്സ നൽകിയ ഒരു മുന്നണി പോരാളി കൂടിയാണ് ശ്രീ ചാക്കോ. ആ കണ്ണുകൾ പ്രകൃതിയുടെ വല്ലാതമായ കണ്ണുകൾ ഒന്നും ക്ഷമിക്കുന്നതിനോ ഈ കത്തിച്ച് കളയുന്നതിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കണ്ണുകൾ ദാനം ചെയ്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ടി എ ചാക്കോ സ്വാഗതം പറഞ്ഞു. ഡിവൈഎസ്പി ബിജു ഭാസ്കർ മുഖ്യാതിഥിയായിരുന്നു. യൂണിയൻ പ്രസിഡന്റ് വി ആർ വത്സൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ യൂണിറ്റ് സെക്രട്ടറി കെ എസ് വിനോദ് നന്ദി പറഞ്ഞു. തുടർന്ന് ക്രിക്കറ്റ് മേളയും കലാപരിപാടികളും ഉണ്ടായി. വാടാനപ്പള്ളിയിൽ 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച ഹോട്ടൽ ജീവനക്കാരനെതിരെ പോലീസ് കേസെടുത്തു. പ്രതി ഒളിവിൽ. പാലക്കാട് തന്നേങ്കോട്ട് സെയ്ദ് മുഹമ്മദിനെതിരെയാണ് വലപ്പാട് CI KT സലീൽ കുമാർ കേസെടുത്തത്. തൃപ്രയാറിലെ ഒരു പ്രമുഖ ഹോട്ടലിലെ ജീവനക്കാരനായ ഇയാൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തെ കുട്ടിയാണ് പീഡന ശ്രമത്തിനിരയായത്. അസ്വസ്ഥയായ കുട്ടി അമ്മയോടും പിന്നീട് പരിസരത്തെ അമ്മമാരോടും വിവരം പറയുകയായിരുന്നു. ഇതിനെ തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയാണ് പോലീസ് കേസെടുത്തത്. ഇതിനിടെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഒരിടവേള. വാർത്തകൾ തുടരുന്നു. പച്ചത്തേങ്ങ സംഭരണത്തിലൂടെ ലഭിക്കുന്ന തേങ്ങ കൊപ്രയാക്കാനും തേങ്ങാവെള്ളം ഉപയോഗിച്ച് വിനാഗിരി ഉണ്ടാക്കാനും സന്നദ്ധ സംഘടനകൾക്ക് കേരഫെഡ് സഹായം നൽകുന്നു. 1 കിൻഡൽ കൊപ്രയാക്കിയാൽ 500 രൂപ നൽകും. നൽകുന്ന പച്ചത്തേങ്ങയുടെ 1/3 ഇതുവഴി കൊപ്രയാക്കി തിരികെ വാങ്ങാനാണ് കേരഫെഡ് ലക്ഷ്യമിടുന്നത്. ഇതിനുവേണ്ട ധനസഹായം നാളികേര വികസന ബോർഡ് നൽകുന്നുണ്ട്. വിനാഗിരി നൽകാനുള്ള വലിയ ടെൻഡറും ബോർഡിന് ലഭിച്ചിട്ടുണ്ട്. കുടുംബശ്രീ, ജനശ്രീ, പുരുഷ സ്വയം സഹായ സംഘങ്ങൾ എന്നിവരെയാണ് കൊപ്രയാക്കാൻ ഏൽപ്പിക്കുന്നത്. തേങ്ങാവെള്ളം ഉപയോഗിച്ച് വിനാഗിരിയും മറ്റ് ശീതളപാനീയങ്ങളും തയ്യാറാക്കാൻ കുടുംബശ്രീകളെയാണ് ഏൽപ്പിക്കുന്നത്. പച്ചത്തേങ്ങ സംഭരണം ജില്ലയിൽ വൻതോതിൽ നടക്കുന്നുണ്ടെന്ന് കേരഫെഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി 21-ന് 55 ടണ്ണും 22-ന് 68 ടണ്ണും 28-ന് 78 ടണ്ണും പച്ചത്തേങ്ങയാണ് സംഭരിച്ചത്. 1 കിലോ തേങ്ങയ്ക്ക് ഇപ്പോൾ 16 രൂപയാണ് നൽകുന്നത്. ഇത് 18 മുതൽ 20 രൂപ വരെയാകാൻ സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി. അരിമ്പൂരിൽ ഓട്ടോറിക്ഷ കത്തി നശിച്ചു. മനക്കൊടി കിഴക്കുംപുറം കാഞ്ഞിരത്തിങ്കൽ റപ്പായി മകന്റെ ഓട്ടോറിക്ഷ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതിനാൽ അയൽവാസിയുടെ വീട്ടുമുറ്റത്താണ് പാർക്ക് ചെയ്തിരുന്നത്. വർഷങ്ങളോളമായി അയൽവാസിയുടെ വീട്ടുമുറ്റത്താണ് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിരുന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30-യോടെയാണ് ഓട്ടോറിക്ഷ കത്തി നശിച്ചത്. അന്യായമായ ചൂടും ശബ്ദവും കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. വീട്ടുകാർ വെള്ളം കോരി ഒഴിച്ചപ്പോഴേക്കും വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. പെട്രോൾ ടാങ്ക് കത്താതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. വാടാനപ്പള്ളിയിൽ സ്വകാര്യ ബസ് യാത്രയ്ക്കിടയിൽ യാത്രക്കാരിയുടെ ബാഗിൽ നിന്ന് 1/2 ലക്ഷം രൂപ മോഷണം പോയതായി പോലീസിൽ പരാതി. വാടാനപ്പള്ളി ആറുകെട്ടി പ്രദീപിന്റെ ഭാര്യ പ്രേമയുടെ പണമാണ് നഷ്ടപ്പെട്ടത്. വാടാനപ്പള്ളിയിൽ നിന്ന് തൃത്തല്ലൂരിൽ ചിറമ്മൽ എന്ന സ്വകാര്യ ബസ്സിൽ എത്തിയ ശേഷം ബാഗ് തുറന്നു നോക്കിയപ്പോഴാണ് പണം നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞതെന്ന് പ്രേമ പറയുന്നു. ഉടനെ തൃത്തല്ലൂരിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് ബസ്സിനെ പിന്തുടർന്നു. പൊക്കുളങ്ങരയിൽ വെച്ച് ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് നിർത്തി. തുടർന്ന് ബസ് തിരിച്ച് വാടാനപ്പള്ളി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചുവെങ്കിലും പണം ലഭിച്ചില്ല. വാടാനപ്പള്ളിയിലെ ബാങ്കിൽ നിന്ന് പണമെടുത്തു പോകുകയായിരുന്നു.